Hello, my name is Susie George. ഞാൻ ഇമ്മാനുവൽ CSI ചർച്ച് ഫിലാഡൽഫിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ അറ്റ്ലാന്റയിലെ ഒരു ചർച്ചിൻ്റെ ഫാമിലി കോൺഫറൻസിന് വേണ്ടി വന്നതാണ്. എൻ്റെ നാട് കൊയിലോൺ ഡിസ്ട്രിക്റ്റിലെ പത്തനാപുരത്തിനും പുനലൂരിനും ഇടയ്ക്ക് പ്രവന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിവിടെ അമേരിക്കയിൽ വന്നിട്ട് 35 വർഷമായി. എൻ്റെ സിസ്റ്റർ സ്പോൺസർ ചെയ്ത് അങ്ങനെ ഫയൽ ചെയ്താണ് ഞാനിവിടെ വന്നത്. എനിക്ക് എൻ്റെ സിബ്ലിങ്സ് 3 പേരുണ്ട്. ഒരു ബ്രദർ, 2 സിസ്റ്റേഴ്സ്. ഇവരെല്ലാവരും അമേരിക്കയിൽ തന്നെയാണ്. ഞങ്ങളെല്ലാവരും അടുത്തടുത്തൊക്കെയാണ് താമസിക്കുന്നത്. എനിക്ക് 2 ആൺമക്കളാണ്. ഒരാൾ മെക്കാനിക്കൽ എൻജിനീയർ, ഒരാൾ ഫാർമസിസ്റ്റാണ്. ഞാനൊരു നേഴ്സാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു കാർ ആക്സിഡൻറ്റ് വന്നു. അപ്പം ഞാൻ ഡിസബിലിറ്റി എടുത്ത് എനിക്ക് ഇച്ചിരി ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ട് ഞാൻ പിന്നെ ജോലിക്ക് പോയില്ല. ഇപ്പോഴേ അങ്ങനെയാണ് ഇപ്പോഴേ ഞാൻ അങ്ങനെ ജീവിക്കുന്നു. പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കോൺഫറൻസിനും ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കഴിയുന്നു. ദൈവം ഇങ്ങനെ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിന് വളരെയധികം നന്ദി. ഇത് തന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയല്ലാതൊന്നും പറയാനില്ല. എൻ്റെ പേരൻസ് ഇപ്പം ഇല്ല, ലേറ്റ് ആണ്. അവർ വളരെ റിലീജിയസ് ആയിരുന്നു. കാരണം അവരുടെയൊക്കെ അനുഗ്രഹങ്ങളാണ്, അവരുടെ പ്രാർത്ഥനയാണ്, അതിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങളൊക്കെ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങൾക്ക് അവരെപ്പോഴും ഓർക്കും. എൻ്റെ സ്പെഷ്യലി എൻ്റെ ഫാദർ എന്നെ ഒത്തിരി, ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയതായിരുന്നു, ഇളയ മോളാണ്. അപ്പോൾ എന്നെ ഒത്തിരി അധികം സ്നേഹിച്ചു എന്ന് തന്നെ ഞാൻ പറയുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ ഫാദറിനെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. എന്നും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും 90 വയസ്സിൽ എൻ്റെ ഫാദർ മരണമടഞ്ഞു 2010. But I still remember him because he was really, I don't know what to say, close friend, or he was everything for me. And I am very thankful to God for all the blessings he has showered upon us. വീട്ടുപേര് എവിടെയാ? എങ്ങനെയാ നാട്ടിലെ വീട്ടുപേര് ഓണാട്ടിൽ എന്നാണ് എൻ്റെ വീട്ടുപേര്. ചരുവിള പുത്തൻ വീടെന്നുകൊണ്ട് 2 ഉണ്ട്. എൻ്റെ അച്ഛനും ഒക്കെ ഇത് ഓതറയായിരുന്നു. അങ്ങനെയാണ് അവിടെ ഓണാട്ടിലെന്ന് വന്നു. പിന്നെ ഇവിടെ അവിടുന്ന് മാറി പുനലൂര് വന്ന് താമസിച്ചപ്പോൾ അവിടെ ചരുവിള പുത്തൻ വീടുമായി 2 ഉണ്ട്. പക്ഷെ ഒഫീഷ്യലി ഞങ്ങൾ ഓണാട്ടിൽ നിന്നാണ്. മദറിന്റെ വീട്ടുപേര് കണ്ണന്താനം. വാലാങ്കരയിൽ നിന്നാണ് അവർ വന്നത്. വെണ്ണിക്കുളം വാലാങ്കര. അവിടാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആര്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് മൂവ് ചെയ്തു, പക്ഷേ പുനലൂര്. അപ്പോൾ എൻ്റെ അമ്മ കല്യാണം കഴിച്ച് എൻ്റെ ഫാദർ ഇവിടെ അങ്ങ് സെറ്റിലായി, പ്രവന്തൂർ അങ്ങ് സെറ്റിലായി. പക്ഷെ എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ അമ്മാച്ചന്മാരും ഒക്കെ ആര്യങ്കാവിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. എൻ്റെ UP സ്കൂള് പ്രവന്തൂര് തന്നെയായിരുന്നു. ഹൈസ്കൂള് പുനലൂർ HS ഞാൻ പഠിച്ചത്. മാനേജ്മെന്റ് സ്കൂളായിരുന്നു, ഗവൺമെന്റ് സ്കൂളായിരുന്നു? മാനേജ്മെന്റ് സ്കൂളായിരുന്നു. ഏത് സഭയുടെ ആയിരുന്നു? സഭയുടെ അല്ല, എനിക്കൊന്ന് മാനേജ്മെന്റ് സ്കൂളായിരുന്നു. കോളേജിലോട്ട് പോയായിരുന്നു? കോളേജിൽ പോയില്ല, ഇവിടെ വന്ന് ഞാൻ എടുക്കുമായിരുന്നു. ഡിഗ്രിക്ക് പോയില്ല? ഇല്ല, അവിടെ പോയില്ല, ഇവിടെ വന്നെടുത്തു. ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആദ്യമൊക്കെ വളരെ പ്രയാസമായിരുന്നു. എന്തായിരുന്നു? ലാംഗ്വേജിന്റെ ആണോ അതോ ബുള്ളിയിങ് ആണോ? എന്താണ്? ലാംഗ്വേജ് അല്ല, നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വ്യത്യാസമാണല്ലോ. അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴത്തേന് ഫൈനാൻഷ്യൽ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ സിസ്റ്ററൊക്കെ ഇവിടെ ആയിരുന്നത് കൊണ്ട് എനിക്ക് അത്ര വലിയ പ്രയാസമൊന്നും വന്നതുമില്ല. ഞാൻ അങ്ങനെയല്ല. ആക്ച്വലി ഞാൻ കല്യാണം കഴിഞ്ഞാ വന്നത്. ഞാൻ പറഞ്ഞ സെക്കൻഡറി ഇവിടെ എടുത്തെന്ന് പറഞ്ഞതെങ്കിലും ഞാൻ നേഴ്സിംഗ് പഠിച്ചത് മഹാരാഷ്ട്രയിലാണ്, നാഗ്പൂരിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ബോംബെയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 വർഷം ഞാൻ സൗദിയിൽ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടുത്തെ ശരിയായപ്പം 2 വർഷം കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. അങ്ങനെ മഹാരാഷ്ട്ര പോകാൻ കാര്യം എന്താ?
മഹാരാഷ്ട്ര. എന്റെ സിസ്റ്റർ നാഗ്പൂരിലായിരുന്നു നേഴ്സിംഗ് പഠിച്ചത്. അപ്പൊ എന്നെ ഇവിടെ കൊണ്ടുപോയി. എന്റെ സെന്ററിൽ തന്നെ ടൗണിലെല്ലാം എന്റെ സിസ്റ്റർ ഇവിടെ നാഗ്പൂരിലെ മെഡിക്കൽ കോളേജിലാണ് എന്റെ സിസ്റ്ററിനെ. പക്ഷെ ഞാൻ എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ അവിടെ കിട്ടിയില്ല. പിന്നെ സേവാഗ്രാമിലായിരുന്നു, മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മറാഠി സ്കൂളായിരുന്നു. മറാഠി അല്ലേ, ഇല്ല ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷെ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ. അത് കഴിഞ്ഞ് പിന്നെ ബോംബെക്ക് ഏത് ഹോസ്പിറ്റലാണ് ബോംബെ ജോലി? ബോംബെ കസ്തൂർബ ഹോസ്പിറ്റലില്. അത് എവിടെയായിരുന്നു? അത് ജനറൽ ഹോസ്പിറ്റലാണ്, ഗവൺമെന്റ്. അത് ആക്ച്വലി നമ്മുടെ ഈ ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ ഒരു സെന്റർ. അതായത് കൂടുതലും പറഞ്ഞു കഴിഞ്ഞാല് ക്ഷയരോഗമാണോ? അല്ല, ഇൻഫെക്ഷ്യസ് ടി ബി അല്ല. ഇൻഫെക്ഷ്യസ് അതർ. അതെ. ഓക്കെ. ബോംബെയിലെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ബോംബെയിലെ ലൈഫ് റഷാണ്, അവിടെ ക്രൗഡഡ് ആണ്, കൂടുതൽ ക്രൗഡഡ് ആണ്. പഠിച്ചുകൊണ്ട് മറാഠി ഹിന്ദി നല്ലോണം അറിയാം, മറാഠിയും പറഞ്ഞാൽ മനസ്സിലാകും കുറച്ചൊക്കെ, ഇച്ചിരിയൊക്കെ. കുടലജാത്തെ എന്നൊക്കെ മാർക്കറ്റിൽ പോയാലും പ്രശ്നമൊന്നുമില്ല. ഇല്ലായിരുന്നു. അവിടെ എവിടെ താമസിച്ചുകൊണ്ടൊക്കെ ഇരുന്നു ബോംബെയില്? ബോംബെയില് ഞങ്ങള്, എന്റെ ഹസ്ബൻഡ് എയർഫോഴ്സിലായിരുന്നു. അപ്പം പുള്ളിക്കാരൻ അവിടെ എയർഫോഴ്സ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെയാണ് ബോംബെയില് സയണി താമസിച്ചിട്ടുള്ളത്. സയണിലാണ് ഞങ്ങള് താമസിച്ചിട്ടുള്ളത്. സയണും ചെമ്പൂരും ഒക്കെ ആ ലൈനിലല്ലേ? അതെ. അമേരിക്ക വന്നതിന് ശേഷം അമ്മാമ അനുഭവിച്ച ഒരു ലൈഫ് ഉണ്ടാക്കാൻ സ്ട്രഗിൾ ചെയ്തത് ഏത് സെക്ടറിലാണ്? നിങ്ങളൊക്കെ RN നേഴ്സസ് ഒക്കെ ആയിരുന്നു, എങ്കിലും വാട്ട് വാസ് ദ വറീസ്? അത് ഉണ്ടായിരുന്നു, പറയുണ്ടായിരുന്നു. കാരണം ഞാന് സൗദിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ സൗദിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ എല്ലാം ഫ്രീ ആണ്, ഇവിടെയാണ്. ഓക്കെ, ഇവിടെ വന്ന ഒരു സ്ട്രഗിൾ ഞാൻ പറയാം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ എനിക്ക് മെഡിസിൻ ഒക്കെ കൊടുക്കാമല്ലോ. ഇവിടെ നമുക്ക് ഈവൻ ദോ ഐ എം എ നേഴ്സ്, I am not allowed to give the medication until and unless I get the license from here. So pharmacists start doing that work, right? No. Who is giving medication? Doctors? The registered nurses can do it. I am a registered nurse in India and Saudi, but here I need to have the registration from here, the license from, Otherwise you can only work for patient care and or for checking the sugar and vital signs and everything. Correct. So my life means when I came here, I actually didn't want to come because I was in Saudi Arabia. Exactly. So but my sister filed for me for a long time ago, so she wanted me to come. So that's why I came, but I was crying all the time because here I came and I cannot give a medication, and also I don't know how to lift the patient. Patients are very heavy patient. So I don't know the technique or anything like that. So then I was, first we cannot give the medication, so we have to work as a CNA or something like that. So I used to cry because when the changing the patient life pattern got changed. Entirely changed. The nurses value over Saudi Arabia and here got India and Saudi Arabia until and unless I get the license from here. After the license release, so initially, so I don't know the technique to how to lift the patient, and when I lift, because one heavy, here, to have 180 pounds, 200 pounds, 250 pounds. So here one side, working with me, and she was pushing this side and I was standing there. I don't know how the technique, so that time my back hurts, every day the same work. So then the changing the diaper, I know it's so difficult. That is very difficult. So I was crying. Why should I come here? I was in Saudi Arabia, I didn't have to do anything. I was there were also, but there was help was there. Help was there. So then I was crying. Then anyway we came, for the future I had to, struggle, and anyway, thank God, I was always first time in everything. So I got the license immediately. Then, so because of, I told you when I came here, I don't know how to lift the patient, so I had the back problem. So after getting my license, I started in the nursing homes, so that I don't have to lift much patient. I was working as healthy people, but I have to supervise. I was working as a nursing supervisor. So I worked as a nursing supervisor in 4 different nursing homes.
here, you know. So then I got a car accident, and then How was that accident happened? I was going to the work. So You're somebody going to work. going to No, work. okay. Somebody hit me from behind. Oh, So and hit and run. Okay. So actually I It didn't got get. toppled, or you just went out of this thing? No. So I had a car accident. So it hit my back and I shake, and you know I had a injury. Oh, okay. And I took the treatment and everything. So I joined in the state nurse hospital nursing home. So long run, there is a long benefits, nice benefit. Yeah. But because I only work 5.5 years there, Oh, so I benefits tried. were less. Yeah, because my children were small. I wanted to continue. I went for chiropractics and everything I tried, Yeah. because they give me the sitting job and everything, so that I don't have to push any cart or anything. I don't have to push any patient. They gave me everything. Still I couldn't work. So my doctor said, I mean, you are not able to Continue work. Yeah, as a nurse, as a nurse, you are not able to work, because I had a herniated disc in their back actually. So then I had to stop the work, but still I didn't get the disability. So Nothing. because No my partial? age was less, Oh. so I didn't get the disability that time. So I have to go to the lawyer. Then after 6 years, You battled 7 for years, then Then they the you won the disability. battle, Yeah, finally. but you had to pay a lot to the Oh, attorney. yeah, They took yeah. almost 60 or 80%. 6 year. No, I didn't get the 6 year benefit. So first I had a attorney. So he said, they denied. Yeah, So then because of the age. I got it. So then after that, a couple of years, and I applied again. So the lawyer said, if you agree from, this date, then I will try. Then okay. So I lost a lot of 6 years of benefits, Benefits salary I and lost. all. Yeah, Yeah, got it. yeah, But still yeah. you got something. Yeah. Yes. Yeah, okay, fine. So now, what your husband did after coming to America? You know, Yeah. he was in Air Force. He was in Air Force. When he came here, he just worked a little bit for in the car down company. Okay. But after that, he passed, and he was a he was got in the into post office. post office. So That was better off. inside, inside the office. So he worked for 25 years He there. got some and benefits from there. Oh yeah. He was better off that. Yes, Okay. yes. What about your children? What studies they took it? Okay, my elder son is a mechanical engineer, and my second younger son is a pharmacist, Oh, doctorate pharmacist. Okay, thank God for that. Yes, when American students, it is very, for them, it's very difficult to Yeah, complete the even study. though I struggled a lot, Yeah. I mean, I am happy that my children at least, reach somewhere. Right. Are they married or? One is married. Okay, the pharmacist is still looking Still. for. I mean, he is not looking. So No, many, okay, yeah, so it's many American life. proposal came. I am very upset with that too, because I want him to get married, but he is not showing any interest. So I am really very upset about that. Got it. Thank you. You just told your sisters here how their families are going on. Like They are very happy family. they are happy. Family. Yeah. They are also in Philadelphia. Yes, everybody. No, We all are- your siblings. my one brother and my two sisters. We all are in Philadelphia. You don't want to move to other states? No, because Never. I cannot even think about that, Think about because my siblings are here, so Right. I am just staying here. We are from Houston, but Houston is a good place. Many New Yorkers. I know there is no snow, right? There is no snow. Many New Yorkers are all people from Massachusetts. Most too. Even Yeah. California people are start coming. Yeah, now I know, because of, so many people from Philadelphia, New York, they are moving to Dallas and Houston because of because when they age, the cold, they cannot tolerate the cold. So that's why they are moving. You got any grandbabies? Two. Two. You are a Yes. grandmother. Yes, I am a grandmother. You are busy. I am proud to say I am a grandmother. Yeah. When was the last time you went to India? Oh, I went 2 months ago. 2 months. How was that visit? It was okay. Actually, why I'm going, I went very often because there is a house, my parents' house,
That is in my name. Okay. Where is it? In Paravandur. Okay. I told you. So I tried to sell that. After my parents died, I tried to sell, but it is very hard to sell it. So I went and tried. So actually in 23 I went 2 times, and 24 one time I already went. So You know what happened? Kerala very- nowadays, youngsters are moving away from, they are not Right. investing much money there. Right. So nobody wanted plot. That's why the Yeah. value is less. But I would say just keep it for another 2 or 3 years. If yeah. nothing comes out, it is a property. Your Yeah. parents invested in it. You can Yeah. keep it, Right. or you can donate to your church. It doesn't Yeah, I mean, matter. I am thinking if I cannot sell it, Yeah, I mean, just, give it to some charity or all something. investments are not Yeah. hard cash money. I may think about giving Yeah, some charity or it is something. just an like that. advice. You Right. can do it anyway. Oh, thank you for You the know. advice. Okay. Yeah. Your name you said Sissy? Susie George. Yeah. Many Susys, Susels are Yeah, I there, know, I know. Sorry. One thing is my spelling is SUSIE. Oh, yes, hi. Oh, Yeah. Yeah, so you have any friends of your high school or college nowadays? I mean, Or in Nagpur? Nagpur, no. No. But Bombay? Bombay, yes. 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 Do you Yeah. still call them something? Yeah, once in a while, yes. Once in a while. Yeah, at least my 2 friends. Yeah. Can you just name their names? Ansi. One is Ansi and Mary. Yeah. Where they live in Bombay, Now Nowadays, they are not there. She moved to Pala, Oh, okay. Kerala, She's back. and Oh, one is in Angamali. Okay, okay. Yeah. Thank you. Oh, nice talking to you. Oh, Susie. Okay. thank you Do you so want much. to do any questions to me or anything? No. Nothing. I'm very glad that you did Thank interview you, with thank you, me. thank you. Okay, So, thank you so much. I am just sharing life experience of American Malayalis. Yeah, The real hardcore life. yeah. My audience are majorly from Europe, UK, okay, New okay. Zealand, Australia. Yeah. Nowadays many people are moving out of Kerala. Yeah. And they were watching YouTubes. Oh, And okay. and videos from America, they have little Oh. they want to see Oh, how America is okay. doing. They are not knowing the real hardships of America. Oh, yeah. Okay. When we go and live, they see that they are bringing two baggages. Yeah. I mean, That cozy life. when we go to India, I mean, we live are in wearing five-star hotels and- nice dress and Yeah, a lot of money and yeah. everything. So But they it's hard to think get it a is dollar, very hard to get the dollar. Yeah, thank you so much. Have a nice day and have a Okay. nice conference. Okay, you too. God bless. Thanks. God bless you too. I want to add one more thing in my story, because I worked a night shift for 16 years because I don't want to give my children to the babysitting. So when I come from night shift, my husband bring my children to my work. Then I drove him to his work. Then I bring my children back to home, and then with that uniform I have to take my elder son to the nursery, kindergarten, or whatever it is. After 3 hours I have to go and bring him back. I couldn't sleep. Actually, I couldn't sleep. So when he comes back and he is a small baby, and then I have to take care of them and cooking. And when my husband comes, I cook for him and everything. So at 10:30 I go to work again. So hardly I sleep. Like after my husband comes, only I slept like 2 hours or 1 hour or something. Whole 16 years I struggled a lot that time, but I want the future of my children. That's what I did. I am glad that they reached somewhere now. Thank you so much, Susie. You're Thank you so welcome. much. You're welcome. Have a wonderful life.